അദ്ദേഹം ഏറ്റവും അധികം നന്നായി ഇമിറ്റേറ്റ് ചെയ്തിരുന്ന ഒരു താരമായിരുന്നു ജഗദീഷ് ഏട്ടൻ. അതുപോലെ എല്ലാ ഫിഗറുകളും അദ്ദേഹത്തിന് എളുപ്പത്തിൽ അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫൈൻ പെർഫോമൻസ് ഒക്കെ ആയിട്ട് എപ്പോഴും രേണു അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ സ്റ്റേജുകളിലൊക്കെ നേരിട്ട് കണ്ടത് എനിക്ക് ഇഷ്ടമായിരുന്നു. ജഗദീഷൊക്കെ കളിക്ക് തന്നെയാണ് കേട്ടോ ഇഷ്ടം. കാരണം കൊക്കും പൂഞ്ചിറകും എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇട്ടിട്ട് ആള് തിരിഞ്ഞിങ്ങനെ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ജഗദീഷ് ചേട്ടനാവും പെട്ടെന്ന്. അതിങ്ങനെ നടത്തവും ഇങ്ങനെ നോക്കിയിരുന്നു പോകും. ഞാൻ തന്നെ അതിശയിച്ചിരുന്നു പോകും. അതുപോലെ കുരുവിപ്പാപ്പ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി മരിച്ചു കഴിഞ്ഞു മരണശേഷം ഇറങ്ങി. അസാധ്യ പെർഫോമൻസ് ആയിരുന്നു ആള് എന്താ പറയാ, അത് കണ്ണ് നിറയാതെ കാണാൻ പറ്റത്തില്ല. കാരണം ആളില്ലല്ലോ. അത് ഭയങ്കര പക്ക നല്ല രീതിയിലായിരുന്നു ആള് ചെയ്തത്. ആ സിനിമ സെൻറ്റി ക്യാരക്ടറും ഉണ്ടായിരുന്നു. ഭയങ്കരമായിരുന്നു കേട്ടോ ആ സിനിമ. പക്ഷേ നിർഭാഗ്യവശാൽ ആളില്ലാതായി കഴിഞ്ഞപ്പോഴാണ് അത് ഇറങ്ങിയത്. അപ്പം സിനിമാ മോഹങ്ങളൊക്കെ എനിക്ക് സിനിമാ മോഹങ്ങളായിട്ടില്ല. നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ മോഹങ്ങളോ അങ്ങനെ അഭിനയിക്കണോ എന്നുള്ള മോഹം ഇപ്പം നാടകത്തിലുണ്ടല്ലോ. അപ്പം അഭിനയത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ വിളിച്ചാൽ നമ്മൾ ചെയ്യും. ഒരു സിനിമയുടെ ടൈറ്റിൽ ഷൂട്ട് നമ്മൾ ചെയ്തായിരുന്നു. അത് കൊല്ലം മണികെട്ടമ്പലത്തിലായിരുന്നു അതിൻ്റെ ഷൂട്ട്. പ്രശാന്ത് വൻമനെ എന്ന് പറഞ്ഞ ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. അവരാണ് നേത്ര കാസ്റ്റ് എന്ന് പറയുന്നത്, അവരാണ് വിളിച്ചത്. ഒരു ചെറിയ സിനിമയാണ്. അതിന്റെ ടൈറ്റിൽ ഷൂട്ട് അവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു മണികെട്ടമ്പലത്തിൽ. അന്ന് ഒരു 5-8 മാസം പുറകിലോട്ടാണ് ഷൂട്ട് ചെയ്ത് വെച്ചത്. ബാക്കി അവര് ഷൂട്ട് നടക്കും വിളിക്കാന്ന് പറഞ്ഞു. അതിപ്പോ കുറച്ച് നാളായിട്ട് ഡ്രോപ്പ് ആയിട്ടിരിക്കുകയാണ്. ഈ ഇന്റർവ്യൂകൾക്ക് കണ്ടതിന് ശേഷം ഈ സാധാരണ ആളുകളിലേക്കും കൂടി രേണു എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ സുധിയുടെ വൈഫ് എന്നുള്ള ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ സാധാരണക്കാര് കാരണം സുധിച്ചേട്ടൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ചേട്ടൻ സാധാരണക്കാരനായിരുന്നു. ഞാനൊന്നുമല്ല, ഞാൻ ഇപ്പോഴും പറയുന്ന ഞാൻ സാധാരണക്കാരി ഒരാളാണ് സുധിച്ചേട്ടന്റെ വൈഫ്. ഇപ്പോഴും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എപ്പോഴും. ഈ ആളുകൾ നേരിട്ട് കണ്ട് തിരിച്ചറിയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അത് നേരിട്ട് കണ്ട് തിരിച്ചറിയുമ്പോൾ ആദ്യം പറയുന്നേ ഇത് തന്നെയാണോ ആ കുട്ടി. കാരണം അതില് ടി വിയിൽ കാണുന്ന പോലല്ല, കുറച്ച് കുഞ്ഞതാണെന്നൊക്കെ പറയാറുണ്ട്. ഒത്തിരി പേരും അത് പറയാം. ഇച്ചിരിയേ ഉള്ളല്ലോ, ചുമ്മാ അല്ല സുധിച്ചേട്ടൻ വാവക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നല്ലേ. അതിൽ കാണുന്നതിനേക്കാളും ഏജ് കുറവാ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടി വന്ന് വരും പിന്നെ ചുമ്മാ അമ്മച്ചി ഇതൊക്കെ പറഞ്ഞ് കമന്റ് വരുമായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, നേരിട്ട് കാണുന്നവർ പറയുന്നതാണ് കുഞ്ഞതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഈ കമന്റുകൾക്ക് മറുപടി കൊടുക്കണം അല്ലെങ്കിൽ തുടങ്ങി അത് അതിനുള്ള ആർജവം എങ്ങനെയാണ് എനിക്ക് അറിയത്തില്ല. കൊടുക്കണോ എന്നൊക്കെ തീരുമാനിച്ചു. ചുമ്മാ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയുള്ള കമന്റ്സ് വരുന്നത്. ഞാൻ 2 ഡാൻസ് ചെയ്തിട്ടായിരുന്നു. അത് കുഞ്ഞിലോട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നതായിരുന്നു. സുധിച്ചേട്ടനുള്ള സമയത്ത് സ്റ്റാർ മാജിക് വേദിയിൽ ചേട്ടന്റെയും കുഞ്ഞിന്റെ എല്ലാവരുടെ മുന്നിൽ ഡാൻസ് കളിച്ചു. എല്ലാവരുടെ മുന്നിൽ ഞാനൊരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു 4 വർഷം മുമ്പ്. 4-5 വർഷം. അപ്പം ഞാനങ്ങനെ നേരത്തെ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാറ്. സുധിച്ചേട്ടനാണ് ഇതെല്ലാം നിർബന്ധിക്കുന്നത് താല്പര്യമായിരുന്നു. പിന്നെ ഭയങ്കര താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും. പക്ഷെ ഇത് ചിലവർക്ക് ഇത് അറിയത്തില്ല. ഇവരിപ്പോഴാണ് എന്നെ കാണാൻ തുടങ്ങിയത്. അവൾ ഇപ്പൊ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞാണോ അവൾ അങ്ങനെ ചെയ്ത്. എനിക്ക് ദേഷ്യം വരാതിരിക്കും. ഞാൻ കൊടുക്കും കമന്റിന്റെ റിപ്ലൈ. സ്നേഹമുള്ളവരടുത്ത് സ്നേഹത്തിൽ തന്നെ ഞാൻ പെരുമാറും. തിരിച്ചിങ്ങനെ പറയുന്നവരടുത്ത് ചിലർ പറയാം അതൊന്നും മൈൻഡ് ചെയ്യേണ്ടത്. തിരിച്ച് ഞാൻ പറയാൻ തുടങ്ങി കുറച്ച് ദിവസമായിട്ട്. കാരണം നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കാൻ അറിയാമെന്ന് ഇവരോട് അറിയിക്കണം. അതല്ലേ ഇന്നലെ ഒരുത്ത ഡിലീറ്റ് ആക്കിയത് കമന്റ്. വെറും വൃത്തികേട് അയച്ചിട്ട് ഞാൻ അന്നേരം കണ്ടിട്ട് ചോദിച്ചു. ഞാൻ തിരിച്ചത് പറഞ്ഞു. തിരിച്ച് നമ്മൾ വൃത്തിയോട് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് നമ്മുടെ സംസ്കാരം അതല്ല. നമ്മളങ്ങനെ ചെയ്യത്തില്ല. അവൻ അതുപോലെ വൃത്തികേടെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കാണാത്ത അത്രയും വൃത്തികേടാണ് മരിച്ചുപോയ എൻ്റെ ഹസ്ബൻഡിനെ എന്നെ പറ്റി അവൻ എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത്രേ പറഞ്ഞുള്ളൂ. ഇതിനുള്ള മറുപടി നീ നിയമത്തിന് മുന്നിൽ വന്ന് തന്നേ പറ്റത്തുള്ളൂ. നമുക്ക് അവിടെ വെച്ച് കാണാം. ഇത്രേ പറഞ്ഞുള്ളൂ. 5 മിനിറ്റ് അവൻ സോറി ചേച്ചി പറഞ്ഞു ഡിലീറ്റ് ആക്കിയവൻ. ആ കമന്റ് ഫുള്ളും ഡിലീറ്റ് ആക്കി. അങ്ങനെ ഒരാളെ ഇല്ല അതിനകത്ത്, കമന്റും ഇല്ല. ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള ഒരു കമന്റ് ഏതാ ഈ അടുത്ത് വന്നത്? എന്താ പറയാ, നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് സൂചിച്ചേട്ടൻ മരിച്ചിട്ടില്ലെന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഈ മറ്റുള്ളവരുടെ കമന്റ് എന്തിനാണ്, നെഗറ്റീവ് കമന്റ് എന്തിനാണ് നിങ്ങൾ നോക്കുന്ന? രേണു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. വേറെ ആരാൾ സുധിച്ചേട്ടൻ്റെ മക്കളെ കളഞ്ഞിട്ട് വേറെ കെട്ടിപ്പോയില്ലല്ലോ രേണു. ഇപ്പോഴും സുധിച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് തന്നെ മക്കളുടെ കൂടെ തന്നെയല്ലേ, അമ്മയായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിന്റെ ഇഷ്ടം നീ ചെയ്യുക. അങ്ങനെ ഒരു കമന്റ് വന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമന്റ്. കാരണം ഞാൻ വേറെ കെട്ടിപ്പോയില്ലല്ലോ. പോയിട്ട് ഇവര് പറയട്ടെ. ഞാൻ ഈ പിള്ളേരെ 2 ഉപേക്ഷിച്ച് ഇനി എന്നെ നോക്കണ്ട, ഞാൻ ഒരുത്തൻ്റെ കൂടെ അങ്ങ് പോകാൻ അറിയാത്തതുകൊണ്ടോ ഒന്നും അല്ലല്ലോ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് അല്ലേ, പച്ചയായിട്ടുള്ള മനുഷ്യരാണ് നമ്മളും.
പ്രത്യേക അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആളൊന്നും അല്ല ഞാൻ. പക്ഷെ ഞാൻ ഇപ്പോഴും സുധിച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് ഈ പിള്ളേരുടെ അമ്മയായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ നെഗറ്റീവ്? അപ്പം നെഗറ്റീവ് ആയിട്ട് നീ വിഷമിക്കുന്നത്? നീ മുന്നോട്ട് പോകുക. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുവോ, നിനക്ക് ഇഷ്ടമുള്ള റീല് ചെയ്യുവോ, നിന്റെ മനസ്സിന് എന്താണ് തോന്നുന്നത് ഇഷ്ടമുള്ള ചെയ്യുക. ബോൾഡ് ആകാനും പറ്റത്തില്ല. ബോൾഡ് ആയ എൻ്റെ അടി അവൾ അഹങ്കാരിയായി കരഞ്ഞോണ്ടിരുന്ന ആണ്ട് അവൾ അഭിനയിക്കുന്നത്. ഇതൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും ജഡ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും. ഈ ഇളയ മകനുണ്ടല്ലോ, അവൻ സുധിച്ചേട്ടൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മനസ്സിൽ വിചാരിച്ചിട്ടുള്ള? അവനൊരു പ്രായം എത്തി. അവൻ 3.5 വയസ്സുള്ളപ്പോഴാണ് സുധിച്ചേട്ടൻ പോകുന്നത്. പക്ഷെ അവന് ഉള്ളിൽ അറിയാം, അവൻ ഇന്നും പറയും, അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും അവനാണ് സുധി, അവനാ സുധി എന്ന് പറയും. ഞാൻ അമ്മ സുധി അച്ഛൻ, അമ്മ എന്തിനാ കരയുന്നത്? ഞാൻ ഇടയ്ക്ക് വിഷമിക്കുമ്പോൾ പറയും. മറ്റുള്ളവരുടെ മുന്നിൽ കരയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പം കരയേണ്ട കാര്യമില്ല. കാരണം കരഞ്ഞാലും പഴി കേൾക്കും, കരഞ്ഞില്ലേലും പഴി കേൾക്കും. പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും കണ്ണൊക്കെ നിറയുമ്പോഴത്തേനും ഓടി വന്നു, അമ്മ എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ തന്നെയാ സുധി അച്ഛൻ എന്ന് പറയും. ഈ രണ്ടു മക്കൾക്കും അവരുടെ പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത, അല്ലെങ്കിൽ മൂത്ത മോന് നല്ല പക്വതയുണ്ട്. അവന് നേരത്തെ പ്രായത്തിൽ ഞാൻ അധികമായിട്ടടുത്ത് സംസാരിക്കാനോ, പിന്നെ എന്നോട് സംസാരിക്കും, അത്യാവശ്യത്തിന് സംസാരിക്കും, അല്ലാതെ അനാവശ്യ വാക്കുകൾ സംസാരിക്കാനോ മറ്റുള്ളവരുമായിട്ട് അങ്ങനെയുള്ള ഒരു ബിഹേവിങ് ഒന്നുമില്ല. അവന് പക്വതയാണ്. നേരത്തെ തൊട്ട് അവനൊരു 10ാം ക്ലാസ് ആയപ്പോഴേ അവന് ഇച്ചിരി പക്വതയായിരുന്നു. ആദ്യമൊക്കെ കുഞ്ഞു പിള്ളേരെ പോലെ തന്നെ ഒരു 6ാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ് ഞാൻ സുധിച്ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നത്. അന്നേരം ഞാനും അവര് സുധിച്ചേട്ടൻ ഞങ്ങൾ എല്ലാവരും കൂടെ സാറ്റ് വരെ കളിക്കുമായിരുന്നു. ഓടി നടന്ന കളി ചിരിയൊക്കെ ആയിരുന്നു. കുറച്ച് എന്താ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓൾറെഡി ഒരു കുട്ടിയുള്ള കുറച്ച് ഏജ് ഡിഫറൻസ് ഉള്ള ഒരാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ചുറ്റുമുള്ള ആളുകൾ എതിർപ്പുകളായിട്ട് വരിക, ഉപദേശങ്ങളായിട്ട് വരിക, ഒന്നും ചെയ്തില്ല. ഒരു 7-8 മാസം ഞാൻ അറിയിക്കാതെ പ്രണയിച്ചോണ്ടിരുന്നത്. വീട്ടിൽ പോയി പറഞ്ഞിട്ടില്ല. അന്നേരം സുധിച്ചേട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കിച്ചും ഉണ്ടായിരുന്നു. അന്ന് അവരുടെ എല്ലാ സാന്നിധ്യത്തിൽ ശ്വാസം എന്ന് പറയുന്ന എറണാകുളത്ത് അവിടെ വെച്ച് താലി കെട്ടിയായിരുന്നു. കിച്ചുവാണ് താലി മേടിക്കാൻ കൂടെ വന്നതും എല്ലാ കാര്യം അവനായിരുന്നു. അന്നും വീട്ടുകാരറിഞ്ഞില്ല, ഇവരെ അറിയിക്കാതില്ല. 8-9 മാസം കഴിയുമ്പോഴാണ് വീട്ടിൽ പിടിക്കുന്ന താലി. ചേച്ചിയാ പറഞ്ഞു, ഇതെന്തുവാ? ഒന്നുമില്ല, ഇതെന്തുവാന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കാര്യം പറഞ്ഞു. സുധിച്ചേട്ടൻ്റെ വീട്ടിൽ എന്നിട്ട് ആ സമയത്ത് അമേരിക്കയിൽ ഒരു പ്രോഗ്രാം ദിലീപേട്ടൻ്റെ ഒക്കെ കൂടെ ഒരു ഷോയ്ക്ക് പോയായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് സുധിച്ചേട്ടൻ്റെ വീട്ടിലും അറിയിക്കുന്നത്. അതിന് മുന്നേ ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു അവരുടെ വീട്ടിൽ അമ്മയോടും ചേട്ടത്തിയോടും ഒക്കെ. അപ്പൊ എന്റെ പേര് സുധിച്ചേട്ടൻ്റെ സിസ്റ്റർ എന്നറിയണോ, സിസ്റ്റർ ആ സിസ്റ്റർ വിളിക്കുമ്പോ എപ്പോഴും സുധി എന്തിനാ ദൂരെ മാറുന്നത് സംസാരിക്കുന്നതൊക്കെ ചോദിക്കും. കിച്ചുവിനറിയാം, കിച്ചു പറഞ്ഞിട്ടില്ലായിരുന്നു. കിച്ചുവായിരുന്നു ഞങ്ങൾക്ക് കൂട്ട് നിന്നു ഒരു 8-9 മാസം. അത് കഴിഞ്ഞാണ് വീട്ടിൽ പിടിച്ചതും. പിന്നെ ഇവിടെ എൻ്റെ വീട്ടുകാർ ഇവിടെ ഇങ്ങോട്ട് വിളിച്ച് രണ്ടുപേരെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവരുടെ സ്വഭാവം കാര്യങ്ങളും എന്നെക്കാളും ഇഷ്ടമായി അവരോട്, കിച്ചുവിനോടും സുധിച്ചേട്ടനോടും എൻ്റെ വീട്ടുകാർക്ക്. അങ്ങനെ സ്വീകരിച്ച് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത്. നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ. നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫാണ് ഞാൻ ഇപ്പോഴും. അല്ല, അതൊക്കെ ഇങ്ങനെ എടുത്ത് പറയേണ്ടി വരുന്നു. അതെ അതെ അതെ, അത് പറയേണ്ടി വരുന്നു. കാരണം അത് പറയേണ്ട കാര്യം ഇപ്പോഴും സർട്ടിഫിക്കറ്റ്, ഇനി ഞാൻ സർട്ടിഫിക്കറ്റും കാണിക്കണം. ഞങ്ങൾ രണ്ടുപേരും അല്ല, ഞാൻ പറയാം പ്രേക്ഷകർക്ക്, ഇനി അതും ഞാൻ കാണിക്കണം. കുറെ കമന്റ് വരും, സർട്ടിഫിക്കറ്റ് അതും കാണിക്കും. ആ ഒരൊറ്റ പിടിയല്ലേ ഈ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ മക്കളുടെ അമ്മയും കൊച്ചുണ്ട വൈഫ് ഞാൻ, അതായത് നിയമപരമായിട്ടുള്ള വൈഫാണ് ഞാൻ. എനിക്ക് പറഞ്ഞാൽ പറ്റത്തില്ല, കാരണം പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുപോലെ അമ്മാതിരി കമന്റ് അല്ലേ വരുന്നത് മുഴുവനും. രജിസ്റ്റർ മാരേജ് ചെയ്തു സ്പെഷ്യൽ ആക്ട് പ്രകാരം.